കഴിമ്പ്രം നെടിയിരിപ്പിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ശ്രീമദ് ഭാഗവത് സപ്താഹത്തിന് തുടക്കം കുറിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം താളമേളങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടുകൂടി മൂന്നാംകൂറ്റ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആനയിച്ചു കൊണ്ടുവന്നു. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി കപിലാശ്രമം തൃപ്പയാർ ഭദ്രദീപം കൊളുത്തി. യജ്ഞാചാര്യൻ ഭാഗവത സദ്ഗുരു CJ.R. പിള്ള പെരുമ്പാവൂർ എന്നിവർ മുഖ്യ കാർമ്മികരായി. ഫെബ്രുവരി 27 വരെ യജ്ഞം നീണ്ടുനിൽക്കും. ക്ഷേത്രം പ്രസിഡന്റ് NU ശശി, സെക്രട്ടറി NR സിദ്ധൻ, ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ ഭീതിഹരൻ, കൺവീനർ രമേശ് ബാബു എന്നിവർ നേതൃത്വം നൽകി. അങ്ങനെ നിരന്തരം ഭഗവാൻ തന്നെ നിരന്തരം സ്മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദുഷ്ചിന്തകളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നൊക്കെ പതുക്കെ പോരും. തൽക്കാലം അതിന് ഫലം ഉണ്ടാവില്ല എന്ന് അന്വേഷിക്കാൻ നിൽക്കണ്ട. ഇതാണ് 24 മണിക്കൂറും ജപിക്കുക. ഇപ്പോൾ ജപിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ശുദ്ധിയുള്ളപ്പോഴാണോ സ്വാമി, അശുദ്ധിയായി എന്താ ചെയ്യേണ്ടത്, പരിശുദ്ധം വന്ന് എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ സംശയങ്ങൾ വരും. ഇതൊന്നും നോക്കണ്ട. ഭഗവാന്റെ മന്ത്രം ജപിക്കാൻ അശുദ്ധിയും ശുദ്ധിയും ഒന്നും ബാധകമല്ല. നമ്മുടെ അകത്തും പുറത്തൊക്കെ ഭഗവാനുണ്ടായി. ഋതുവായ പെണ്ണിനും നിങ്ങൾ ഹരിനാമകീർത്തനം വായിച്ചിട്ടില്ലേ? അതിലൊരു വരിയുണ്ട്, ഋതുവായ പെണ്ണിനും ഇരപ്പവനും ദാഹകനും പതിതന്നും അഗ്നിയജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളും ആർക്കുമുടനരുതാത്തതല്ല. ഹരിനാരായണായ നമഃ.